കാക്കള പേരില് ഈ ചെത്തുകാരന്റെ നയമെടുക്ക 3 മാസം കഴിഞ്ഞാൽ അവനെ എന്താ ഞങ്ങൾ കാണിച്ചത്?
കേരള ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പിടിക്കുവാൻ വേണ്ടി അതിന്റെ പ്രസിഡന്റിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി തൃശൂർ ജില്ലയിലെ കരുവന്നൂരിന്റെ പണം കെട്ട കാട്ടുകള്ളന്മാർ 50 ലക്ഷം രൂപ വിലയ്ക്ക് ഒരു പ്രസിഡന്റ്ഷിപ്പിന് വേണ്ടി ഒരുത്തരെ വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. എന്താണ് 26-ാം തീയതി നടന്നത്? ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി സമരമുഖത്താണ്. കാശ് കിട്ടിയവൻ, അത് പറ്റിയവൻ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് എനിക്ക് അറിയാതെ പറ്റിയതാണെന്നുള്ള മാപ്പാണ് പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം. അദ്ദേഹം പറയുകയാണ് നാളെ ടിസ്റ്റ് നടക്കും. ആ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ എനിക്കൊരു പ്രസിഡന്റ്ഷിപ്പ് പദവി, അല്ലെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ. പിറ്റേ ദിവസം നടന്നത് അദ്ദേഹത്തിന് പ്രസിഡന്റ്ഷിപ്പ് പദവി കിട്ടിയില്ല. അതിന് അദ്ദേഹം KV നഫീസയ്ക്ക് അനുകൂലമായിട്ട് അദ്ദേഹം വോട്ട് ചെയ്തപ്പോൾ അതിനർത്ഥം 50 ലക്ഷം രൂപ ഞാൻ വാങ്ങി എന്ന് തന്നെയാണ്. ഇനി അത് ആരെ കൊടുത്തതെന്ന് പറയണം. ഇവിടെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിഞ്ഞ് വന്നപ്പോ അതിന്റെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, AC മൊയ്തീന്റെ ദൂതൻ ഈ ജാഫർ എന്ന് പറയുന്ന കാട്ടുകള്ളനെ തേടി, പറ്റിക്കലിന്റെ അവതാരകനെ തേടി നേരിട്ടെത്തുകയും അതിനനുസരിച്ചുള്ള ഡീലുണ്ടാക്കുകയും ആ ഡീലിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്ഷിപ്പ് പിടിക്കുകയുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 95-ന് ശേഷം ഈ ബ്ലോക്ക് പഞ്ചായത്തിനകത്തേക്ക് കോൺഗ്രസുകാർക്കെന്നല്ല സാധാരണക്കാർക്ക് പോലും പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് 50 ലക്ഷം രൂപ ചിലവിട്ടുകൊണ്ട് കള്ളപ്പണം കൊടുത്തുകൊണ്ട് ഇവിടെ പ്രസിഡന്റ്ഷിപ്പ് പിടിച്ചെന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് എണ്ണി ഇവിടുത്തെ കാട്ടുകള്ളന്മാർ കരുവന്നൂരിലെ പാവപ്പെട്ടവരുടെ പണം കെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ ഡീൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ തുറന്നു കാണിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ നിങ്ങൾക്കറിയാം, എത്രയോ മാന്യമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം കടന്നു പോകുന്നത്. ആ മാന്യതയ്ക്ക് എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത്? ഇതുവരെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്താ? സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് ഇത് നടന്നിട്ടില്ല എന്നല്ല, ഇതിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാകുമെന്നുള്ള. അതുകൊണ്ട് സംസ്ഥാനത്തെ പല നേതാക്കന്മാർക്ക് അറിവുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോട് കൂടിയിട്ടാണ് ഇത്ര പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഒരു സൈഡിൽ സമ്മേളനം നടത്താം, ഒരു സൈഡിൽ നടത്താം. ബ്ലോക്ക് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കാണ്. ഒരു സൈഡിൽ ഉണ്ടാക്കായിരുന്നു. ഇവര് എന്ത് കളിയാണ് ഇങ്ങനെ കാക്കളുടെ പേരില്? ഈ ചെത്തുകാരന്റെ നിയമം എടുക്കുക. 3 മാസം കഴിഞ്ഞാൽ അവനെ എന്താ ഞങ്ങൾ കാണിച്ചത്? വലിയ വണ്ടിനെ വിടരുന്നില്ല. കള്ളക്കാശ് കയ്യിലൊതുക്കിയിട്ടുള്ള ഈ സമരമാണ്. കള്ളന്മാരെ തെരഞ്ഞുപിടിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ നമുക്കറിയാം ഈ കള്ളന്മാർ മൊയ്തീനും സേവിയാറും കൂടി കട്ടെടുത്ത പണം
ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ബ്ലോക്ക് മെമ്പറെ കയ്യിലെടുത്ത് ഭരണം പിടിക്കാൻ ആഗ്രഹിക്കുക. ഇത് നിയമസഭയിലും അതുപോലെ പാർലമെന്റിലും ഒക്കെ ഇവർ എന്ന് തന്നെ പറഞ്ഞാലും ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്. ജനങ്ങളുടെ പ്രക്ഷോഭം, ജനങ്ങളുടെ ഏറ്റവും വലിയ എതിർപ്പ് അത് വോട്ടായി നമ്മുടെ ഈ ജനാധിപത്യത്തിൽ കടന്നു വരുമ്പോൾ ആ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സംഭവം അവിടെ മുന്നിൽ നിന്ന് അതിന് മുന്നോട്ട് നിന്ന് കഴിയാൻ കഴിയുന്നില്ല. ഇവിടെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഒരു SIT കൊണ്ട് അന്വേഷണം നടത്തണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ വരണം. എന്തുകൊണ്ട് ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് ഈ കേരളത്തിന്റെ ഈ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ അധികാരം കൈയാളാൻ കട്ടെടുത്ത കാശും കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ പിണറായി വിജയന്റെ പണിയാളുകളെ അവസാനിപ്പിക്കാനുള്ള സമരമാണ്. ഈ സമരം ഇവിടെ ഞങ്ങൾ നിർത്തില്ല. അതിനുവേണ്ടിയുള്ള മുന്നോട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഭരണം മട്ടിമറിച്ചവരെ കഴുകന്മാരെ തെമ്മാടികളെ മാപ്പില്ല CPM തെമ്മാടികളെ ആരാണ്ട് വിടരുന്ന വീസ ലക്ഷം കൊടുത്തിട്ട് 50 ലക്ഷം കോഴ കൊടുത്ത് ഭരണം മട്ടിമറിച്ചവരെ CPM തെമ്മാടികളെ കാലം സാക്ഷി ചരിത്രം സാക്ഷി നിങ്ങൾക്ക് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പെരുവന്നൂരിലെ മേലാളന്മാർ വീശിയെറിഞ്ഞ കാശിനു വേണ്ടി ജനവിധിയാകെ അട്ടിമറിച്ച പെരുവന്നൂരിലെ മേലാളന്മാർ വീശിയെറിഞ്ഞ കാശിനു വേണ്ടി ജനവിധിയാകെ അട്ടിമറിച്ച
രാജിവെക്ക്. കേവിന വിസ രാജിവെക്ക്. രാജിവെച്ച് പുറത്തു പോകൂ. രാജിവെച്ച് പുറത്തു പോകൂ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഈ സമരം അവസാനിക്കുന്നില്ല. ഈ സമരം തുടരുന്നു. ഈ കളവും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ മൊയ്തീനും അറസ്റ്റ് ചെയ്യണം. ഇതിന് ഒരു അന്വേഷണം നടത്തണം. SIT കൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഈ കുരുതിക്കെതിരെ ഞങ്ങൾ അവസാനം വരെ സമരം നടത്തും. ജാതി മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ രാജിവെച്ച് ശരിയായ ഇലക്ഷൻ നടത്തി അത് ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും വരെ സമരമായി മുന്നോട്ട് വരുമെന്ന് പറയുന്നു. ജയ് ഹിന്ദ്. പ്രതിഷേധം CPM പോലീസും തമ്മിലുള്ള തെമ്മാടിത്തരാണ്. സമരം പൊളിക്കാൻ നോക്കിയാലൊന്നും സമരം പൊളിയില്ല. ഇത് ജനകീയ സമരമാണ്. ഇത് ഇനിയും മുന്നോട്ട് പോകും. പോലീസ് കേസെടുക്കാതെ നോക്കിയെന്നുള്ളതാണ്. ഘനപൂർവ്വമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഡിവൈഎഫ്ഐക്കാരുടെ സൃഷ്ടിച്ചതാണ്. അത് ഇവിടെ അനാവശ്യമായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയതാണ്. ഓണപ്പണക്കാരന്റെ ഫീസ് ഇറങ്ങി വാ. ഒടുക്കത്തി സമരം നാളെ മുതൽ ആരംഭിക്കും. കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037 921 329.